തൃശൂർ കൗടാലിയിൽ പാമ്പുകടിയേറ്റ 8 വയസ്സുകാരന് ദാരുണാന്ത്യം. കൗടാലി വെള്ളിക്കുളങ്ങര സ്വദേശി ആൾജോ ആണ് മരിച്ചത്. ആൾജോയുടെ സഹോദരൻ അനൂഷ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുഹൃത്തുക്കളെ, ഈ വാർത്ത 2 ദിവസം മുമ്പ് നമ്മളെല്ലാവരും കേട്ടിട്ട് വളരെയധികം ഞെട്ടിയൊരു വാർത്തയാണ്. 8 വയസ്സുകാരൻ ആൽജോ, തൃശ്ശൂരിലാണ് സംഭവം. പാമ്പ് കടിയേറ്റ് മരിച്ചു. ഈ പാമ്പ് കടിയേറ്റ് മരിച്ച എൽജോ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് പാമ്പ് കടിയേറ്റാൻ മരിച്ചതെന്ന് സ്വന്തം മാതാപിതാക്കൾ പോലും വീട്ടുകാർ പോലും അറിയുന്നത്. കൂടെയുള്ളൊരു സഹോദരൻ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കഴിയുക. എന്താ സംഭവിച്ചത്? രാത്രി അതൊരു പരിപാടിക്ക് പോയിട്ട് വന്ന് അച്ഛനും അമ്മയും കൂടെ വന്ന് വീട്ടിൽ വന്ന് അവക്കാടോ ജ്യൂസൊക്കെ കുടിച്ച്, അമ്മ അവക്കാടോ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച് അത് കുടിച്ച് രാത്രി വയറുവേദന വന്ന്, എന്നിട്ട് വീണ്ടും അമ്മ ജീരകവെള്ളം കാച്ചി കൊടുത്ത് അതും കുടിച്ച് രാവിലെ വായിൽ നിന്ന് നൊരയും പതൊക്കെ വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഫുഡ് പോയ്സൺ ആണെന്നാണ് വീട്ടുകാർ ധരിച്ചത്. സംഭവം അവിടെ എത്തിക്കഴിഞ്ഞാലാണ് അയൽവകക്കാർ വീട്ടിൽ വന്ന് നോക്കുമ്പം ശംഖുവരയൻ ഇത്ര പോകുന്ന ചെറിയൊരു പാമ്പിനെയാണ് അവർ കണ്ടിട്ടുള്ളതും അതിന് ശേഷമാണ് പാമ്പ് കടിയേറ്റ് മരണം സ്ഥിരീകരിച്ചത്. ഞാനതല്ല പറയാൻ വന്നത്. ഈ വേനൽക്കാലത്ത് ഇഴജന്തുക്കളെ നമ്മൾ അത്യന്തം പേടിച്ച് കഴിയേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം. മറ്റുള്ള പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ശംഖുവരയൻ. ഈ ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ട് എന്ന് പറയും. ഇതേപോലെ തന്നെ വേറൊരു പാമ്പുണ്ട്, ചെന്നായ്ത്തലയൻ, ചുവർ പാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ. ഇത് ഏകദേശം ഒരു സാമ്യമുള്ളൊരു പാമ്പ് തന്നെയാണ്. രണ്ട് കണ്ടാഞ്ഞ് പെട്ടെന്ന് ഈ ശംഖുവരയാണെന്ന് പറഞ്ഞിട്ട് ഈ ചെന്നായ്ത്തലയനെ തല്ലിക്കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർ തർക്കിച്ചിട്ടുണ്ട് ഇത് ഈ ശംഖുവരയൻ തന്നെയാണ് അങ്ങനെയുള്ള. അപ്പോൾ ഈ പാമ്പിനെ നമുക്ക് മാറ്റപ്പെടുത്താൻ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ഈ പാമ്പിൻ്റെ 3 പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്, ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടിച്ച ഭാഗത്ത് പാടുകൾ അങ്ങനെ അറിയപ്പെടില്ല, വേദന ഉണ്ടാകത്തില്ല. മൂന്നാമത്തെ കാര്യം, ഇത് പെട്ടെന്ന് തലച്ചോറിലേക്ക് കയറി നമ്മളെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടും. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് ഒന്നും പറയാൻ പറ്റില്ല, എന്താ സംഭവിച്ചതെന്ന് പറയാനുള്ള ഒരു വേദനയോ കാര്യങ്ങളോ അടയാളങ്ങളോ ഒന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരിതാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുക? നമ്മളെ കുട്ടികളെ രാത്രി കാലങ്ങളിൽ ഉറക്കുന്ന സമയത്ത് ആ പിരിപ്പും തലയണിയും ഒക്കെ നല്ലോണം കുടഞ്ഞ് വിരിച്ച് ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച്, വിൻഡോ ആയാലും മറ്റേ AC-യുടെ ചെറിയ ഹോൾ ആണെങ്കിൽ പോലും ഈ തണുപ്പ് കിട്ടാൻ വേണ്ടി ഇഴജന്തുക്കൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നൊരവസ്ഥ ഇല്ലാതാക്കി നമ്മളെ മക്കളെ വളരെ സുരക്ഷിതമായിട്ട്, രാത്രി കാലങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ, പാടത്തൂടെയും പറമ്പത്തൂടെയൊക്കെ പോകുന്ന ആൾക്കാർ ഇത് വളരെയധികം ശ്രദ്ധിച്ച്, ഞാൻ ഈ പറയുന്ന വീഡിയോ 100-150 പേര് കണ്ടാൽ തന്നെ 10 പേർക്ക് ഈ വീഡിയോ ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഈ വേനൽക്കാലത്ത് ഇഴജന്തുക്കളെ, നമ്മളെ വീട്ടിലെ മക്കളെ സംരക്ഷിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക.